പൊണ്ടാട്ടിനെ കാണാൻ ഇന്നും ആള് വരുന്നുണ്ട് ഗൈസ്. കാരണം ഇപ്പം മറ്റേ സാധാരണ കൊണ്ടുവരുന്ന മാതിരി കടികളെല്ലാം തോന്നുന്നു കണ്ടിട്ട്. ഹായ്. അപ്പൊ നമ്മൾ കുറച്ച് ദിവസം ഭയങ്കര തിരക്കിലായിപ്പോയി. ഇവിടെ ഒരാളെ കാണാൻ വരുത്താൻ കൊണ്ട് ആൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ ആയിരുന്നു. കാരണം ഇവിടെ ആണല്ലോ കാണാൻ വരുന്നത്, അപ്പോൾ പുറത്തിറങ്ങാൻ പാടില്ലല്ലോ. അപ്പൊ എന്താ പറയാ, അപ്പൊ നമുക്ക് ഇപ്പൊ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മളങ്ങ് വിചാരിച്ചു ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാം. നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട്. പിന്നെ ഇതിനെയൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോകാന്ന് വിചാരിച്ചു. വീട്ടിലിരിക്കല്ല, വീട്ടിലിരിക്കാൻ തിന്ന, അതാ നമ്മളെ മെയിൻ പരിപാടി. ഇപ്പൊ അല്ല, ഞാൻ കഴിക്കലുണ്ടല്ലോ. നമ്മള് വീട്ടിലിരിക്കാൻ കഴിക്കും. ഓരോരുത്തർ കൊണ്ടുവന്ന് ഓരോരോ പലതരം ഡിഷുകളാണല്ലോ. കാരണം നമ്മൾ ഓരോരോ വീട്ടിൽ നിന്ന് ഓരോരുത്തർ ഉണ്ടാക്കുമ്പോൾ ഓരോ ടേസ്റ്റ് ആയിരിക്കല്ലോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാം. അപ്പൊ ഇന്നൊരു ബ്രേക്ക് കിട്ടി. ഇന്ന് ബ്രേക്ക് ഇല്ല. ഇന്ന് ബ്രേക്ക് ഇല്ല. ഇന്നിപ്പോ എന്താന്ന് വെച്ചാല് വൈകുന്നേരം അമ്മയ്ക്ക് കുറച്ച് ആൾക്കാർ വരും പറഞ്ഞിക്ക്. അപ്പൊ എന്താക്കണം, അതിന് മുന്നേ അവിടെ എത്തണം എന്നുള്ളൊരു മറന്നു കഴിക്കട്ടോ. അതുമ്മ നമ്മളെ പറഞ്ഞ് ഏൽപ്പിച്ചതാണ് വൈകുന്നേരം അമ്മയ്ക്ക് വരണേ. നമുക്ക് ആകെ കുറച്ച് ടൈമേ ബാക്കിയുള്ളൂ. അപ്പൊ കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. സോ അങ്ങനെയൊക്കെ ഇറങ്ങിയതാണ്. പലഹാരങ്ങൾ പിന്നെ എന്റെ അടുത്ത് കുറെ ആൾക്കാർ പറയും അധികം കഴിക്കരുത്. ഞാൻ അങ്ങനൊന്നും കഴിക്കില്ല കേട്ടോ, ലിമിറ്റ് വിട്ടൊന്നും കഴിക്കില്ല. പൂതി വരുമ്പോ കാണുമ്പോ നമ്മൾ അങ്ങനെ ആണല്ലോ, കഴിച്ചു പോവല്ലോ, കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ഐറ്റംസ്, പക്ഷെ നല്ല നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് എങ്ങനെ കഴിക്കാണ്ടിരിക്ക. പക്ഷെ എന്നെക്കാട്ടും ഉഷാറാട്ടോ ആഷിക്കാക്ക്. ഇതിപ്പോ ഒരു നല്ല കളറിലുള്ള ഒരു മെറ്റീരിയൽ നോക്കിയിട്ട് ഇറങ്ങിയതാണ്. ആസ് യൂഷ്വൽ ഞാൻ അന്വേഷിക്കുന്ന കളർ കിട്ടാത്തോണ്ട് തന്നെ അവിടുത്തെ ഡയബിൾ മെറ്റീരിയൽ എടുത്ത് ഡൈ ചെയ്യാൻ കൊടുക്കുകയാണ് ചെയ്തത്. അതിന് മാച്ച് ആയിട്ടുള്ള സീക്വൻസും ലേസും ഒക്കെ എടുക്കാണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒരു തോന്നലാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. അതേപോലെ ഒരു തോന്നൽ ഇപ്പൊ വീണ്ടും വന്നിക്ക്. ഈ പ്രാവശ്യം ഡ്രസ്സിന്റെ മുകളിലുള്ള പരീക്ഷണം തന്നെയാണ്. ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചിരുന്നുണ്ട് കേട്ടോ. കിട്ടിയ വിചാരിച്ച സംഭവങ്ങളൊക്കെ ഷോള് കളർ കിട്ടിയില്ല. സോ ഡൈ ചെയ്യാൻ കൊടുത്ത് എപ്പോഴും ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് ഞാൻ ഡൈ ചെയ്യുമ്പോഴെത്തും. സീക്വൻസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാണ്ടല്ലേ ഞാൻ പോവാ. അപ്പൊ നമ്മളെന്താ പറയാ, ഇന്നത്തെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞില്ല. നമ്മളിപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുക. അല്ല, അത് പരിപാടി ആയിട്ടല്ല. എന്റെ കണ്ണടക്ക് മാസത്തില് 2 പ്രാവശ്യം ലെൻസ് കാർട്ടിൽ അല്ലെങ്കിൽ അവിടെയൊക്കെ പോയി നന്നാക്കണം. അത് സ്ഥിര. ഏത് രണ്ട് എപ്പോഴും കണ്ണട എന്താക്കും ഒരു സ്ഥലത്ത് വെക്കുക, അതിന്റെ മോളിൽ പോയി ഇരിക്കും. ഇത് എപ്പോഴുള്ള ഒരു എന്താ പറയാ കലാപരിപാടിയാ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇവിടെ വരും. അപ്പൊ നമ്മളെ അത്യാവശ്യം എല്ലാ പരിപാടിയും കഴിഞ്ഞല്ലേ. ഇന്ന് നമ്മള് വീട്ടിൽ പോകും. കാരണം എന്താ, നമ്മളെ പൊണ്ടാട്ടിനെ കാണാൻ ഇന്നും ആള് വരുന്നുണ്ട് ഗൈസ്. കാരണം ഇപ്പം മറ്റേ മന്ത്രിമാരെ മാതിരി അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ഇന്ന് 4 കീപ്പനെ കാണാൻ ഇന്ന കൂട്ടരാട്ടോ വരുന്നത്. അപ്പൊ അങ്ങനെ പോവാനുണ്ടോ ഇല്ലെങ്കിൽ. അപ്പൊ നമുക്ക് ഇന്ന് ആകെ ജുമാ കഴിഞ്ഞ് 2 മണിക്കൂറാണ് സമയം കിട്ടിയത്. ആ സമയത്ത് നമ്മളൊക്കെ ചെയ്യുന്നത്. ഇനിയിപ്പോ ആള് വരുന്നതിന് മുമ്പ് അവിടെ എത്തണം. ഈ എന്താ ആൾ അവിടെ എത്തിക്കണം. മോസ്റ്റ് വാല്യുബിൾ പേഴ്സൺ ആറായിട്ടുണ്ടോ. അപ്പൊ നമ്മൾ നേരെ വേഗം വീട്ടിലേക്ക് പോവാണ് ഗൈസ്. വേറെ ആൾ വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം എന്താന്നുള്ളത് അൺബോക്സ് ചെയ്യാം. പക്ഷെ ഈ പ്രാവശ്യം എന്താ വെറൈറ്റി ആണെന്ന് തോന്നുന്നു. സാധാരണ കൊണ്ടുവരുന്ന മാതിരി കടികളെല്ലാം തോന്നുന്നു കണ്ടിട്ട്. എന്താ, ഓ മൈ ഗോഡ്, കോഴി നിറച്ചതാ. ചിക്കൻ നിറച്ചത്. അപ്പൊ ഒരു 2 കോഴി ഫുള്ളായിട്ട് നിറച്ചതാണ്. അതെന്താ സാധനം ഞാൻ തോന്നുന്നു അങ്ങനല്ല. 2 കോഴി ഫുൾ നിറച്ചതും ഇതൊന്ന് തുറക്കാട്ട്. പത്തിരിന്റെ പാത്രം തുറക്കാൻ പറ്റത്തില്ല. തുറന്നോ? ചപ്പാത്തി, കണ്ണച്ചപ്പാത്തി എന്ന് പറയുന്നത്. അപ്പോ നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നത് കണ്ണച്ചപ്പത്തിരി. അതിന് മടക്കി ചപ്പാത്തി എന്ന് പറയും, കണ്ണച്ചപ്പത്തിരി എന്ന് പറയും. കണ്ണച്ചപ്പത്തിരി കടിക്കൊരു കടി എന്താ പറയാ, ഒന്ന് റെസ്റ്റ്. യെസ്, നമ്മൾ എല്ലാവരും എന്താ പറയാ കടികളാണ് കൊണ്ടുവന്നിരുന്നത്, ഓരോ വെറൈറ്റി കടികൾ. അപ്പോൾ ഈ പ്രാവശ്യം കടികൾക്ക് വ്യത്യസ്തമായിട്ട് രാത്രിത്തേക്കുള്ള ഫുഡ്. അപ്പൊ എന്തായാലും എന്താ പറയാ അടിപൊളി. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള ഒരു വീഡിയോ എടുക്കാം അല്ലേ. നമുക്ക് എങ്ങനെ കട്ട് ചെയ്യുന്നുള്ള ഐഡിയ ഇപ്പൊ കിട്ടുന്നില്ലേ. ഇങ്ങനത്തെ കട്ട് ചെയ്യാ 4 കഷ്ണാക്കാണ് ഒരു പീസ്. നല്ല വലിപ്പമുള്ള കോഴി കേട്ടോ. കോഴി നിറച്ചതല്ല ദീപ, നമ്മളെ ഉള്ളിലൊക്കെ മസാല കെട്ട് കോഴി നിറച്ചാൽ മതി.
എന്റെ ഫേവറേറ്റ് അതെന്താ കെട്ടിട്ടാ എന്റെ ഫേവറേറ്റ് കാലല്ലേ 2 കാലിക്ക് എടുത്തു 2 കാലിക്ക് എടുത്തു പരിപ്പല്ലേ വെക്കാം പരിപ്പും കോഴിമുട്ടയാ വെക്കാൻ തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ അങ്ങനെ എന്തൊക്കെയാണ് കോഴിമുട്ടയും മസാല ഇട്ടിട്ടാണ് സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഉള്ളിൽ ഫുള്ള് മസാല അല്ലേ